നല്ല വടയും ചായയും പുഴുക്കും കഴിക്കാൻ പോയാലോ? വാ. ഷമീറെ ഫ്രീ ആണെങ്കിൽ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിക്കട കായംകുളം വരെ പോവാന്ന് പറഞ്ഞു. ലക്ഷ്യബോധമില്ലാത്ത ചില യാത്രകളുണ്ട്. എങ്ങോട്ട് പോകണമെന്നറിയാൻ വയ്യാതെ വണ്ടി എടുത്തിറങ്ങും, പോകുന്ന വഴി ചായ കുടിക്കും, ഏതെങ്കിലും മരത്തിൻ്റെ ചുട്ടി കിടക്കും. അങ്ങനെ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഒരു സ്ഥലം കിട്ടിയത്. എന്നാൽ പിന്നെ നേരെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഒന്ന് പോയി നോക്കിയാലോ? നേരം വെളുത്തു, കാറെടുത്തു, പാട്ടിട്ടു. കോഴിക്കോടുള്ള ചന്ദ്രേട്ടൻ്റെ ചായക്കടയിൽ നിന്നാകാം ഇന്നത്തെ പ്രാതലെന്ന് കരുതി വണ്ടി നേരെ അങ്ങോട്ടേക്ക് വിട്ടു. അവിടെ ചെന്ന് പുട്ട്, മുട്ട, ബീഫ്, പൊറോട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് പോകുന്ന എനിക്ക് തെറ്റി. അവിടെ അങ്ങനെയല്ല. പ്രത്യേകിച്ച് എന്ത് വേണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. വേവുന്നത് കൊണ്ട് തരും, കഴിച്ചോണം. കഴിക്കുന്ന സാധനം മുതലാണ്. അതേടാ മക്കളെ, ആദ്യം നല്ല പുഴുക്ക് വന്നു, അത് കഴിക്കാൻ വേണ്ടി നല്ല മീൻചാറും വന്നു, കൂട്ടത്തിൽ നെയ്പ്പത്തിലും ഉഴുന്നുവടയും ചായയും വന്നു. അത് കഴിഞ്ഞ് നല്ല ഷാലോ ഫ്രൈ ചെയ്തിട്ടുള്ള ഐക്കൂറയും പിന്നെ ഒരു കേര ഫ്രൈയും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോ വിഭവങ്ങൾ വരുന്നത് കണ്ടിട്ട് നമ്മൾ സർപ്രൈസ്ഡ് ആവുമായിരുന്നു. ഒരു ഹോട്ടൽ സെറ്റപ്പൊക്കെ പ്രതീക്ഷിച്ചു പോയ എനിക്ക് ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. ഒരു ചെറിയൊരു കടയിൽ കിടിലൻ ആംബിയൻസ്. രാവിലെ 8:30 മണിക്കത്തെ തിരക്കാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ എവിടെ ഫ്രെയിം വെച്ചാലും കിടിലൻ കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടും. എനിക്കാകെ ഉള്ളത് ഈ ഒരു വയ്യാവിലായിരുന്നു. എവിടെ ക്യാമറ വെച്ചാലും അന്നേരം ചാടി വീഴുമായിരുന്നു. ഞങ്ങൾ അത്രയും കൂടെ കഴിച്ചിട്ട് ഏതാണ്ട് ഒരു 460 രൂപ ആയിട്ടുള്ളൂ. എന്തായാലും വന്നത് മുതലായി. വയറും ഹാപ്പിയാണ്, മൈൻഡ് ഹാപ്പിയാണ്. അപ്പോൾ ബൈ.